ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മാസമായി പരിചയപ്പെടുത്തിയ പരിശുദ്ധ ശഅബാനിന്റെ പവിത്രമായ സമയങ്ങൾ നമ്മോട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനുൽ ശരീഫിൽ ഈ പരിശുദ്ധമായ ശഅബാനിൽ ശേഷിക്കുന്ന കുറഞ്ഞ ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് സമാഗതമാകുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ. 2 മാസം മുമ്പ് തന്നെ തുടങ്ങിയ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണം. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഈ ദുആ ഇങ്ങനെ ആവേശത്തോടെ നാം എല്ലാവരും നിർവഹിക്കുകയാണ്. പള്ളികളുടെ മിഹ്റാബിൽ നിന്ന് ഉസ്താദന്മാർ ആ ദുആ നടത്തുകയാണ്. ഉമ്മമാർ, സഹോദരിമാർ വീടിന്റെ അകത്തളങ്ങളിൽ ദുആ നടത്തുകയാണ്. ആ ദുആഇന്റെ പ്രതിഫലമെന്നോളം വിശുദ്ധ റമദാനിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റമദാനിന് എല്ലാ നിലക്കും ഒരുങ്ങിയവരായി നാം മാറേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ വരുമ്പോൾ ഈമാനുള്ള അടിമകൾക്ക് വലിയ ആനന്ദമാണ്, വലിയ ആവേശമാണ്, വലിയ അനുഭൂതിയാണ്. ആ റമദാൻ ഇതാ അടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാൽ റമദാനിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ട വിഷയമാണ്. എന്റെയും നിങ്ങളുടെയും വീടുകൾ റമദാനിന് വേണ്ടി ഒരുങ്ങുകയാണ്. നനച്ചുള്ളി എന്ന പേരിൽ വീട് മുഴുവനും വൃത്തിയാക്കുകയാണ്. പള്ളികളും അതുപോലെ സ്ഥാപനങ്ങളും പരിസരങ്ങളും ശുദ്ധിയാക്കുകയാണ്. എന്നാൽ അതൊക്കെ ശുദ്ധിയാക്കുന്നതോടൊപ്പം റമദാനിന് വേണ്ടി ഒരുങ്ങി എന്നൊരു മുഅ്മിനിന് പറയാൻ കഴിയണോ? ആദ്യമായി അവന്റെ ഹൃദയം ശുദ്ധിയാകേണ്ടതുണ്ട്, അവന്റെ ഖൽബ് ശുദ്ധിയാകേണ്ടതുണ്ട്. ആ ഖൽബ് ശുദ്ധിയില്ലാതെ പരിസരം ശുദ്ധിയുള്ളതെന്തുകൊണ്ട് കേട്ട? പരിസരം ശുദ്ധിയുണ്ടായിട്ടുണ്ട് നേട്ടമാണ്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അതുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഹൃദയം നന്നാക്കിക്കൊണ്ടാണ്. കാരണം എന്താണ്? ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് നോക്കുന്നത് നിന്റെ ശരീരത്തിലേക്കല്ല, നിന്റെ വസ്ത്രത്തിലേക്കല്ല, നിന്റെ വീട്ടിലേക്കല്ല, നിന്റെ പാർപ്പിടങ്ങളിലേക്കല്ല, നീ വസിക്കുന്ന നാട്ടിലേക്കല്ല. വയൻദുറു ഇലാ ഖുലൂബിക്കും മാ റബ്ബ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം ശുദ്ധിയില്ല എങ്കിൽ ഈ റമദാനിനെ വരവേൽക്കാൻ